ഈ അസറിന് ശേഷമുള്ള നേരത്ത് ഈ മഹത്തായ സദസ്സിൽ സംബന്ധിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇഹലോകത്ത് അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും ഉന്നതമായത് എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, അത് ഹിദായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ വിശദീകരിക്കുന്ന ഒരു വാചകം, യാ ഇബാദി കുല്ലുക്കും ളാൽ, എന്റെ ദാസന്മാരെ നിങ്ങൾ എല്ലാവരും വഴിയറിയാത്തവരാ. ളാല് എന്ന് പറഞ്ഞാൽ വഴിയറിയാതെ ഉഴറുന്ന ഒരു സാഹചര്യത്തിനാണ് ളാല് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അതിന് മലയാളത്തിൽ വഴി പിഴക്കുക എന്നർത്ഥം പറയാറുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇല്ലമൻ ഹദൈതുഹു, ഞാൻ ഹിദായത്തു തന്നാലല്ലാതെ ദിക്കുകയില്ല. അഹദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് ഹിദായത്ത് ഞാൻ തരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ഫളല് കൊണ്ട്, ഔദാര്യം കൊണ്ട് നൽകുന്ന ഒന്നാണ് ഹിദായത്ത്. അത് ലഭിക്കുവാൻ നിരന്തരം റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു മുസ്ലിം നിർബന്ധമായും നിർവഹിക്കുന്ന അള്ളാഹുമായുള്ള മുനാജാത്തിൽ അഥവാ നിസ്കാരവേളകളിൽ നിർബന്ധമായും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് മരിക്കുന്നത് വരെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിൽ എന്നെ നയിക്കണമേ എന്ന് നിരന്തരം ഒരു മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ പോലും അല്ലാഹുവിനോട് നിരന്തരം നമ്മൾ അത് ആവശ്യപ്പെടും, ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഹിദായത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം എന്ന് മാത്രമല്ല, ആ ഹിദായത്ത് എന്ത് എന്നുകൂടി അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച, നീ നിഅമത്ത് ചെയ്ത മനുഷ്യരുടെ മാർഗത്തിൽ എന്നെയും ചേർത്ത് നിർത്തണം. അതിലൊരു കണ്ണിയായി എന്നെയും നീ സ്വീകരിക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്നെയും നീ കണ്ണിയായി ചേർത്ത് നിർത്തണം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, മഗ്ലൂബിന്റെ വഴിയല്ല, ളാലീൻ എന്ന് പറയും, അല്ലെങ്കിൽ ളാല് എന്ന് പറയുന്നവരുടെ വഴിയുമല്ല. അവിടെയും നമുക്ക് മനസ്സിലാക്കാം, പല മുഫസ്സിറുകളും മഗ്ലൂബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പറയുമ്പോൾ അൽ യഹൂദ് എന്ന് പറയാറുണ്ട്. ളാല് എന്ന് പറഞ്ഞാൽ അൻ നസ്വാറ എന്നും പറയാറുണ്ട്. ചില വിദണ്ഡവാദികളായ ആളുകൾ, വിഘടനവാദികളായ ആളുകൾ വിശുദ്ധ ഖുർആൻ വർഗീയമാണെന്നും പറയാറുണ്ട്. കാരണം ജൂതന്മാരെ പറ്റെ അധിക്ഷേപിക്കുന്നു, നസാറാക്കളെ പറ്റെ അധിക്ഷേപിക്കുന്നു, അതുകൊണ്ട് ഖുർആനിലെ ഫാത്തിഹ തന്നെ ശരിയല്ല എന്ന് വാദിക്കുന്ന ചില വിഘടനവാദികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു അടിമത്തം എന്ന വിഷയത്തില് ഒരു സംവാദം കേട്ടുകൊണ്ടാണ് വന്നത്. കാരണം ഇസ്ലാം വിമർശകരായ ആളുകൾ എന്തെങ്കിലും ദീനിൽ നിന്ന് കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ നടക്കുന്ന യുക്തിവാദികളായ, വഹയിന് വില കൽപ്പിക്കാത്ത, വഹി എന്തെന്നറിയാത്ത, ഈ ലോകം എന്തെന്നറിയാത്ത നിരവധി മനുഷ്യർ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ ഒരു വിഘടനവാദവും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഒരു വിഘടനവാദവും പറഞ്ഞിട്ടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. പലപ്പോഴും നമ്മൾ ആലോചിച്ചാൽ ഖുർആന്റെ ചില ഇടപെടലുകൾ അത്ഭുതം തോന്നിപ്പിക്കും, നമുക്ക് അത്ഭുതമായി തോന്നും. അല്ല, അത്ഭുതം തന്നെയാണത്. കാരണം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും അധികം നിഅമത്ത് ചെയ്ത ഒരു വിഭാഗമായി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ആരെയാണ്? ഇസ്രയേലിനെയാണ്.
യാക്കൂബ് നബിയുടെ മക്കളാ, സന്താന പരമ്പരകളാണ്. യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമതകല്ലതി അന്നമല്ലാഹു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ചെയ്യുന്ന നിഅമത്തുകളെ ഏറ്റവും അധികം നിങ്ങൾ ഓർക്കുക എന്ന് ആരോടാ പറഞ്ഞത്? ഇസ്രായേലിനോടാ പറഞ്ഞത്. അല്ലാഹു ഏറ്റവും അധികം നിഅമത്ത് ചെയ്ത ആളുകളാണ് അവർ. ആ ഇസ്രായേലിൽ അള്ളാഹുവിന്റെ വഹയിൽ നിന്ന് തെറ്റിപ്പോയ രണ്ട് വിഭാഗം ആളുകളാണ് ആര്? യഹൂദികളും നസറാക്കളും. ബാക്കിയുള്ള ആളുകൾ എവിടെ തന്നെ ഉണ്ട്? അക്കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരു വലിയ ജനാവലിയെ പ്രവാചകന്മാർ നയിച്ച ഒരു വലിയ ജനത എന്ന് വെച്ചാൽ അള്ളാഹു നിഅമത്ത് ചെയ്ത ആളാണ് ആര്? അംബിയാക്കൾ. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, അയ്യൂബ് നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, ഇങ്ങനെ അംബിയാക്കളുടെ ഒരു പരമ്പര. ഇവരൊക്കെ ആ പരമ്പരയിലുണ്ട്. ആ പരമ്പരയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വകുപ്പിൽ തന്നെ, ഇസ്ഹാഖിയ പരമ്പരയിൽ തന്നെയാണ് യഹൂദികളും നസറാക്കളും ഉള്ളത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഒരു സംഘം ആളുകൾ വഹയിൽ ഉറച്ചു നിന്നു. അവരാണ് അള്ളാഹുവിന്റെ നിഅമത്ത് സ്വീകരിച്ചതിന് ശുക്ർ ചെയ്ത് മുന്നോട്ട് വന്ന അമ്പിയാക്കളുടെ വഴി. അതിൽ തന്നെ ഒരു വിഭാഗം മഗ്ലൂബായി. ആ മഗ്ലൂബ് യഹൂദാണ്. എന്ന് പറഞ്ഞാൽ യഹൂദിന്റെ സവിശേഷത, അവര് വേദം പരിഗണിച്ചു, എന്നിട്ട് അവർ അതിനെതിര് ചെയ്തു. പഠിച്ചു പിഴച്ചവരാണ് ആര്? ആര്? പഠിക്കാതെ പഠിച്ചവരല്ല, പഠിച്ചു പഠിച്ചു. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞവര് നേരെ തലതിരിച്ചു പറയും. നിങ്ങൾ ആ നാട്ടിൽ ചെന്നാൽ നിങ്ങൾ ഖിത്വ എന്ന് പറയണം എന്ന് അള്ളാഹ് അവരോട് പറയണം. ഖിത്വ എന്ന് വെച്ചാൽ അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്നാണ്, ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ് എന്റെ അർത്ഥം. ഇത് പറയണം എന്നവരോട് പറയുമ്പോൾ ഇവരവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ഹിന്ദ എന്ന് പറഞ്ഞു. ഹിന്ദ എന്ന് വെച്ചാൽ എന്താ? ഈ ഗോതമ്പ് ഇത് എന്നാ കിട്ടണ ഈ ധാന്യത്തിനാണ് ഹിന്ദ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹ് ഖിത്ത എന്ന് പറയാൻ പറഞ്ഞ അവര് ഹിന്ദ എന്ന് പറയും. യുഹരിഫൂന അൽ കലിമ അൻ മവാദിഇഹി, വാക്കുകളെ അതിന്റെ തലസ്ഥാനത്ത് തെറ്റിച്ച് ദുർവ്യാഖ്യാനിക്കും. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ ഇവർ അത് ഉൾട്ടയാക്കി മാറ്റും. അള്ളാഹു ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നവർ പറഞ്ഞാൽ അവര് ശനിയാഴ്ച മീൻ പിടിക്കൂല. എന്നിട്ട് അതിന് കൃത്രിമമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ട് അതിനെ അതിജയിക്കാനുള്ള അടുത്ത അടവുകൾ അവർ നടപ്പാക്കും. പിന്നെ രണ്ടാമത്തെ വിഭാഗം ലാല് എന്നാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ധവിശ്വാസികളാണ്. എന്ന് വെച്ചാല് ഒരു കാര്യം പഠിക്കൂല, വേദോട്ട് വായിക്കൂല, മനസ്സിലാക്കൂല, അന്ധമായ ഒരു നിലപാടിൽ അവരങ്ങോട്ട് പോകും. വഹയിലോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല, വഴികേടാണ്. ഈ രണ്ട് ഗണത്തിലും പെടുത്താതെ എന്നെ നീ അനുഗ്രഹിച്ച നിഅമത്ത് ചെയ്ത മനുഷ്യരുടെ ഹിദായത്തിന്റെ യഥാർത്ഥ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ ദുആഇന് വലിയ വിലയുണ്ട്. കാരണം അത് വഹയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന അർത്ഥമാണ് അതിനുള്ളത്. എന്റെ തീരുമാനമല്ല, എന്റെ കാഴ്ചപ്പാടല്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതല്ല, എന്റെ ഹവയല്ല, എന്റെ ശഹ്വത്തുകളല്ല, എന്റെ നാട്ടുപുരാണങ്ങളല്ല, എന്റെ നാട്ടു നടപടികളല്ല, എന്റെ പാരമ്പര്യമല്ല. നേരെ മറിച്ച് നിന്റെ വഹയ്, നിന്റെ അമ്പിയാക്കൾ പറഞ്ഞ വഴി, നീ ഹിദായത്തായി പഠിപ്പിച്ച വഴി, ആ വഴിയിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ വിശ്വാസികൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഹിദായത്ത് തന്നതിനു ശേഷം എന്നെ നീ അതിൽ നിന്ന് തെറ്റിച്ച് കളയരുത്, എന്റെ ഹൃദയത്തെ അതിൽ നിന്ന് മാറ്റിക്കളയരുത്. അപ്പൊ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ് മുജാഹിദുകളായ ആളുകൾ, ഇസ്ലാഹിന്റെ ആളുകൾ, സലഫുകളുടെ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദഅവത്തും അവരുടെ പ്രബോധനവും അവരുടെ തീരുമാനങ്ങളും അവരുടെ നിലപാടുകളും ഞങ്ങളുടെ ഇഷ്ടമല്ല, നേരെ മറിച്ച് റബ്ബിന്റെ ഇഷ്ടമാണ്, വഹയാണ്, ദിവ്യബോധനമാണ്, തെളിവാണ്, പ്രമാണമാണ് എന്നിടത്ത് ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം രൂപപ്പെട്ടു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നാം കൃത്യമായ ഒരു നിലപാട് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഒരു പ്രമാണബദ്ധമായ ഒരു സംഗതി ലഭിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചു കഴിഞ്ഞാൽ മുഅ്മിനുകളായ ആളുകൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നത് മാത്രമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെ വേറൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അവര് പറയുന്നത് സമിഅനാ വ അസൈനാ, ഞങ്ങൾ കേട്ടു, കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങൾക്ക് പറ്റൂല.
ഇങ്ങനെ വിഭാഗമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അത് മുസ്ലിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, യഹൂദികളെ കുറിച്ചാണ് പറഞ്ഞത്. അവരോട് എന്തെങ്കിലും വഹയിന്റെ സംഗതി പറഞ്ഞാൽ അത് കേട്ടാൽ, പ്രവാചകന്മാരുടെ സന്ദേശം അവരുടെ ചെവിയിൽ കിട്ടിക്കഴിഞ്ഞാൽ സമിഅ്ന, അവർ പറയും ഞങ്ങൾ കേട്ടു, പക്ഷെ വഅസൈന, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പറ്റൂല എന്ന നിലപാടാണ് സ്വീകരിക്കുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മുഅ്മിനുകളായ ആളുകൾ, നമുക്കറിയാം മുഅ്മിനുകളെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗം ഉലുൽ അൽബാബ് എന്നാണ്. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തലയിൽ കാമ്പുള്ളവനെ ചിന്തിക്കുകയുള്ളൂ. ആ വാചകത്തിന്റെ തൊട്ടു മുമ്പത്തെ വാചകം ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ചിന്തിക്കുന്നവൻ, തലയിൽ കാമ്പുള്ള ഉലുൽ അൽബാബ് എന്ന് വെച്ചാൽ, അൽബാബ് എന്ന് വെച്ചാൽ ലുബുള്ള ആളുകൾ എന്നാണ് എൻ്റെ അർത്ഥം. ലുബ് എന്ന് വെച്ചാൽ കാമ്പ് എന്നാണ് എൻ്റെ അർത്ഥം. തലയിൽ കാമ്പുള്ളവനെ യഥാർത്ഥത്തിൽ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ തലയിൽ കാമ്പുള്ള മനുഷ്യർ പറയുന്നത് സെമിയന വാത്തയന, അല്ലാഹ് നീ പറഞ്ഞ ഞങ്ങൾ അനുസരിച്ചു, അത് കേട്ടു, അനുസരിച്ചു, ഞങ്ങളതിനെ ധിക്കരിക്കാനില്ല എന്നുള്ളതാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലു സമഅന വഅതഅന. നബിയുടെയും വിശ്വാസികളുടെയും വാക്കാണത്. നബിയും അതാണ് ആമന റസൂലു, റസൂല് വിശ്വസിച്ചു. റസൂല് മാത്രമല്ല വൽ മുഅ്മിനൂൻ, മുഅ്മിനുകളും, കുല്ലുൻ അവരെല്ലാവരും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, മലക്കുകൾ വിശ്വസിക്കുന്നവരാണ്, വേദഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്നവരാണ്, അതുപോലെ തന്നെ അമ്പിയാക്കൾ വിശ്വസിക്കുന്നവരാണ്. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി, പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കാണില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ നിഷേധിക്കുന്ന സമ്പ്രദായം വിശ്വാസികൾക്കില്ല. ജൂതന്മാര് ഈസാ നബി അംഗീകരിച്ചില്ല, എന്നാൽ നസാറാക്കൾ മൂസാ നബിയും ഈസാ നബിയും അംഗീകരിച്ചു. എന്നാൽ ജൂതന്മാര് ഈസാ നബി അംഗീകരിച്ചില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോ ജൂതന്മാരും നസാറാക്കളും മുഹമ്മദ് നബി അംഗീകരിച്ചില്ല. വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകൾ മുഹമ്മദ് നബി അംഗീകരിച്ചു, ഈസാ നബി അംഗീകരിച്ചു, മൂസാ നബി അംഗീകരിച്ചു. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി. അവർ പറഞ്ഞു വഖാലു സമഅന വഅതഅന, ഞങ്ങൾ ഈ ഈമാനിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അത് ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു അവരാണ് ബുദ്ധിമാന്മാർ, അവർക്കാണ് ലുബ്ബുള്ളത് എന്ന്. അപ്പോൾ അള്ളാഹു തന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, ഒരു വഹയി നമുക്ക് ലഭിച്ചാൽ കീഴൊതുങ്ങുക അതിന്റെ മുന്നിൽ കീഴൊതുങ്ങുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ, അല്ലെങ്കിൽ പലരും, നമ്മളിൽ പല ആളുകളും യുക്തിവാദികളാവും. രണ്ടു തരം യുക്തിവാദികളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇന്നിപ്പോ സംവാദം നടക്കുന്ന തരത്തിലുള്ള യുക്തിവാദികളുണ്ട്. പറ്റേ അവർ വിചാരിച്ചിരിക്കണം അവരുടെ ബുദ്ധി കൊണ്ടെല്ലാം നേടാൻ കഴിയുന്നതാണ്, അവരുടെ ബുദ്ധി എല്ലാം നേടിക്കഴിഞ്ഞു എന്നാണ്. ഏറ്റവും വലിയ ഹമാക്കത്ത് അതാണ്, ഏറ്റവും വലിയ വിഡ്ഢിത്തം അതാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ഉള്ള സംഗതികളെ നോക്കിക്കണ്ട് പഠിച്ചു മനസ്സിലാക്കി ഗവേഷണം ചെയ്യാൻ ഉള്ള ബുദ്ധി പോലും മനുഷ്യനില്ല. അതാണ് സത്യം. ഈ ഭൗതിക ലോകത്ത് സയൻസിന്റെ ആളുകൾ എന്ന് വാദിച്ചു വരുന്ന സയൻസ് അല്ലെങ്കിൽ ശാസ്ത്ര മാത്രവാദികൾ, നമുക്ക് വേദവോ വഹയോ പ്രവാചകന്മാരോ ഒന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിച്ചിട്ടുള്ളത് സയൻസ് കൊണ്ട്, ശാസ്ത്രം കൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ്. അത് തന്നെയും ശാസ്ത്രവിരുദ്ധമാണ്. കാരണം മനുഷ്യന് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് ആകെ തൊട്ടു നോക്കാൻ, കണ്ടറിയാൻ, മണത്തറിയാൻ, രുചിച്ചറിയാൻ സാധിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിന്റെ, ദൃശ്യപ്രപഞ്ചത്തിന്റെ, വിസിബിളായ ലോകത്തിന്റെ കേവലം 5% മാത്രമാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ നിന്ന് 5% മാത്രമാണ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യനെങ്ങനെ നോക്കാൻ, തൊട്ടു നോക്കാൻ, രുചിച്ച് നോക്കാൻ, നമ്മുടെ ഗവേഷണ പഠനം അനങ്ങ് നടത്താൻ കഴിയുള്ളൂ. ബാക്കി 95%, 95%ഉം ബ്ലാക്ക് മാറ്റർ ആണ്, ബ്ലാക്ക് എനർജിയാണ്. ശാസ്ത്രം അത് പറയുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണിച്ചു തരും. അതിങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരും എന്ന് പറയാം. എത്ര ശതമാനം ഡാർക്ക് എനർജി ഉണ്ട്, എത്ര ശതമാനം ഡാർക്ക് മാറ്റർ ഉണ്ട്, എത്ര ശതമാനം വിസിബിൾ ആയിട്ടുള്ളതുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ഇന്ന് നാസയുടെ സൈറ്റിലടക്കം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ 5% മാത്രമാണ് മനുഷ്യന് ഈ ലോകത്ത് തൊട്ടു നോക്കാൻ പോലും കഴിയുന്നത്. അതിൽ തന്നെ മനുഷ്യന്റെ, അവൻ വസിക്കുന്ന ഭൂമിയിൽ ഒരു ഭാഗത്തിന്റെ പഠനം പോലും ശാസ്ത്രലോകത്ത് പൂർണ്ണമായി നടന്നിട്ടില്ല. ഒരു മനുഷ്യന്റെ അനാട്ടമി പോലും, അവന്റെ ഭൗതികമായ ശരീരത്തിലെ സംവിധാനങ്ങൾ പോലും ഒരു മനുഷ്യനോ ഒരു ശാസ്ത്രജ്ഞനോ ഒരു ശാസ്ത്രലോകമോ പഠിച്ചു കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അത്രയും പരിമിതമായ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് റൂഹിനെ സംബന്ധിച്ച് ചോദിച്ച ആൾക്കാർ റസൂലുള്ളാഹിന്റെ അടുക്കൽ നബിയെ പരീക്ഷിക്കാനാണ് വന്നത്. പല വലിയ വലിയ ചോദ്യങ്ങളുമായി മുഹമ്മദ് നബിക്ക് വഹിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ വലിയ ചോദ്യങ്ങളുമായി അന്നത്തെ ജൂതന്മാരടക്കമുള്ള ആളുകൾ കടന്നു വന്നു. എന്നിട്ട് വലിയ ചോദ്യങ്ങൾ ചോദിച്ചു നബിയോട്. നബി നാളെ മറുപടി പറയാമെന്ന് പറഞ്ഞു. ഇന്നെല്ലാം കൂടെ മറുപടി പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല വെറുതെ കൊണ്ട് മറുപടി പറയാനും അല്ലല്ലോ വേണ്ടത്. നേരെ മറിച്ച് അത് സ്വാഭാവികമായ പ്രവാചകനാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ല നബിയുടെ യൂണിവേഴ്സിറ്റി. നമ്മൾ പഠിച്ച സ്കൂളോ നമ്മൾ പഠിച്ച കോളേജോ ഒന്നുമല്ല റസൂലുള്ളാഹിന്റെ കോളേജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, പ്രവാചകൻ വമാ യഖുത്തുഹു ബിയമീനിക്, തന്റെ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് കിട്ടുന്നത് വരെ ഒരു കിതാബ് പോലും പ്രവാചകൻ വായിച്ചിട്ടില്ല. പ്രവാചകന് എന്താണ് ഈമാൻ എന്നറിയുമായിരുന്നു. വമാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, ഓ നബിയെ, നിങ്ങൾ വലത് കൈ കൊണ്ട് ഒരു കിതാബ് നാളിതുവരെ വായിച്ചു നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഈമാൻ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമോ മറ്റു വേദഗ്രന്ഥങ്ങളുടെ സന്ദേശമോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്, നിരക്ഷരനാണ്, എഴുത്തുമായനെ അറിയാത്ത ആളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, ഓ അപ്പൊ ഞാനാണ് കേമൻ എന്ന് മനസ്സിലാക്കേണ്ട. നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ പഠിച്ച ആളും നബി പഠിക്കാത്ത ആളും തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ അല്ലാഹു വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ എന്ന് കൃത്യമായി പറഞ്ഞു. വന്നജ്മി ഇദാ ഹവാ, വീഴുന്ന നക്ഷത്രം തന്നെ സത്യം എന്ന് അല്ലാഹു പറഞ്ഞു. വീഴുന്ന നക്ഷത്രം, വീഴുന്ന നക്ഷത്രം തന്നെയും സത്യം. എന്താ എങ്ങനെ പറയാൻ? വീഴുന്ന നക്ഷത്രം. നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ ആരെങ്കിലും വീഴുന്ന നക്ഷത്രം എന്ന് പറയും. പക്ഷെ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്. ഹവാ എന്ന് പറഞ്ഞ ഇതാ ഹവാ എന്ന് പറഞ്ഞാൽ ഇതാ സഖത്താന്നാണ്. നജ്മ് വീണാൽ, വീഴുന്ന നക്ഷത്രം തന്നെയും സത്യം. അങ്ങനെ ഖുർആൻ സത്യം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഗതികൾ അതിന്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിലേക്ക് പോവല്ല. വൻ നജ്മി ഇതാ ഹവാ, ഈ വീഴുന്ന നക്ഷത്രത്തെ കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞു, മാ വല്ല സ്വാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ സ്വാഹിബായ റസൂലുള്ളാഹിക്ക് തെറ്റുപറ്റിയിട്ടില്ല, അബദ്ധം ഇടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയണം. എന്തുകൊണ്ട്? മനുഷ്യനല്ലേ, അതുകൊണ്ട് സ്വാഭാവികമായും വഹയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനത്തിലോ തെറ്റ് പറ്റിക്കൂടെ എന്ന് സംശയിക്കുമ്പോൾ അല്ലാഹു ഉടൻ തന്നെ മറുപടി പറഞ്ഞു, എന്ത്? വമാ യന്തിഖു അനിൽ ഹവാ, നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച്. നിങ്ങൾ പഠിച്ച സ്കൂളില്, ഞാൻ പഠിച്ച സ്കൂളില് ഗ്രഹങ്ങൾ എത്രയുണ്ട് എന്ന് എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം വന്നാൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് 9-ലോ 10-ലോ പഠിക്കുന്ന കാലത്ത് ചോദിച്ചാൽ ഞാൻ 9 എന്ന് എഴുതണം, നവഗ്രഹങ്ങൾ എന്ന് എഴുതണം, എങ്കിലേ മാർക്കിടുള്ളൂ. ഞാൻ വളർന്ന് ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് മക്കളുണ്ടായി, എൻ്റെ മകൾ പഠിച്ച് അല്ലെങ്കിൽ മകൻ പഠിച്ച് 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോൾ ഉടൻ തന്നെ അതേ ചോദ്യം എന്നോട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച അതേ ചോദ്യം തന്നെ എൻ്റെ കുട്ടിയോട് ചോദിക്കുകയാണ്, എത്ര ഗ്രഹങ്ങളുണ്ട്? എൻ്റെ കുട്ടി എന്തെഴുതി വെച്ചു? 9. അപ്പൊ എന്തെടുത്തു? മാഷി തെറ്റിട്ടു. എന്താ സംഭവം? ഞാൻ പഠിച്ച കാലത്ത് 9ാം ക്ലാസ്സിൽ എന്നോട് നവഗ്രഹങ്ങൾ എത്രയെന്ന് ചോദിച്ചപ്പോൾ 9 എന്ന് എഴുതി. അപ്പൊ മാഷെ ശരിയിട്ട് വന്നു, മാർക്ക് 2. ഞാൻ കല്യാണം കഴിച്ച് ഏതാണ്ട് 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ മകൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ എത്തിയപ്പോൾ അതേ ചോദ്യം ചോദിച്ചു. ഞാൻ എഴുതിയ ഉത്തരം എൻ്റെ കുട്ടി പോയിട്ട് 9 എന്ന് എഴുതിയപ്പോൾ മാഷ് എന്തെടുത്തു? തെറ്റിട്ട് വെച്ചു. എന്തേ കാരണം? നിങ്ങളിവിടെ വേണം കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഓർത്തേ വാളല്ലത്. ഇത് റോഡുമേലുള്ള പ്രസംഗമല്ല. അതാണെങ്കിൽ ഒറ്റയടിക്കാൻ കാച്ചി കിട്ടി 2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോകും. നിങ്ങളിവിടെ സഹകരിക്കണം. ഇത് നമ്മൾ ഒന്നിച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ, നമ്മളുള്ള വർത്താനാണ്. എന്തുകൊണ്ടാണ് തെറ്റിട്ടത്? അതല്ല വിഷയം. ഇപ്പൊ നോക്കുമ്പോ പഠിച്ചു വന്നപ്പോ നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു ഒന്നില്ല എന്ന്. പ്ലൂട്ടോ പോയി, അതിന് ഗ്രഹമായിട്ട് കൂട്ടാൻ പറ്റൂല, ഇപ്പൊ 8ആയി. അപ്പൊ അന്നത്തെ മാനത്ത് നോക്കിയ ആൾക്കാർ തന്നെയല്ലേ പിന്നെ നോക്കിയൊന്ന് ചോദിക്കേണ്ടത്. അങ്ങനെയാണ് ശാസ്ത്രം. അതാണ് കാൾ പോപ്പറിന്റെ സിദ്ധാന്തം. നമുക്കറിയാം വേണു എന്ന് പറയുന്ന ആൾ നെക്സലേറ്റിന്റെ, പഴയ ആളുകൾക്കറിയാം നെക്സലേറ്റിന്റെ നേതാവ് വേണു. അദ്ദേഹം അടുത്തൊരു പുസ്തകം എഴുതി, മഹാപ്രപഞ്ചത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സംഗതിയാണ് കൃത്യമായി അഡ്രസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കാൾപോപ്പറിയൻ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1000 തവണ ശാസ്ത്രം ഒരു കാര്യം ശരിയാണ് എന്ന് സമർത്ഥിച്ചിട്ട് 1001ാം വട്ടം ഗവേഷണം ചെയ്തിട്ട് പറയും എന്ത്? അത് തെറ്റായിരുന്നു. 1000 വട്ടം ഗവേഷണം ചെയ്ത് ശരിയാണ് എന്ന് കണ്ടുപിടിച്ചൊരു സംഗതി 1001ാം വട്ടം എന്താവും? ഗവേഷണം നടത്തിയിട്ട് അത് തെറ്റാണ്. ഇങ്ങനെ 1000 വട്ടം നോക്കിയപ്പോഴും ഗ്രഹങ്ങൾ 9ആയി കണ്ട ആളുകൾ പിന്നീട് ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു അത് പ്ലൂട്ടോ ഗ്രഹത്തിൽ പെടൂല എന്ന് പറഞ്ഞ് തട്ടി 8ആയി മാറി.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് ചോദിച്ചാൽ, ഈ ശാസ്ത്രമാത്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിമിതമായ അറിവിൽ നിന്നിട്ടാണ് പലതും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റൂഹിനെ സംബന്ധിച്ച് ചോദിച്ചു വന്നപ്പോൾ അള്ളാഹു കൃത്യമായി മറുപടി പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന അറിവ് വളരെ കുറച്ചാണ്. യസ്അലൂനക അനിർ റൂഹ്, പല ചോദ്യം ചോദിച്ചു. യസ്അലൂനക അൻ ദിൽ ഖർനൈൻ, നബിയോട് ചോദിച്ചാണ് യസ്അലൂനക അൻ ദിൽ ഖർനൈൻ, ദുൽഖർനൈൻ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരുടെ വിചാരം നബിക്കൊന്നും പറയാൻ പറ്റില്ല എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു, ഞാൻ നാളെ പറയാന്ന് പറഞ്ഞ നബി, പക്ഷെ കാത്തിരുന്നിട്ട് വഹി വന്നില്ല. അവിടെ അദബ് പഠിപ്പിച്ചു റസൂലുള്ളാഹ്. ആര്? അള്ളാഹു നബിയോട് അദബ് പഠിപ്പിച്ചു. കാര്യം പിറ്റേന്ന് പറയാന്ന് പറഞ്ഞു, പക്ഷെ ആളുകൾ വന്നപ്പോഴും വഹി വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യം പറയണമെങ്കിൽ പ്രവാചകന്റെ കോഴ്സിൽ നിന്ന് നബിയുടെ അധ്യാപകൻ വന്ന് റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നബി പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് തെറ്റുപറ്റാത്തത്. റസൂൽ വിചാരിച്ചത് അധ്യാപകൻ വരും, അല്ലമഹു ശദീദുൽ ഖുവ, ആ അധ്യാപകൻ വന്ന് എനിക്ക് മറുപടി പറഞ്ഞു തരുന്ന വിശ്വാസത്തിൽ ആ റസൂൽ പറഞ്ഞ് നാളെ ഞാൻ പറയാം, പക്ഷെ വന്നില്ല. പക്ഷെ ചോദ്യം ചോദിച്ച ആൾക്കാരൊക്കെ വന്ന് റെഡിക്കിരുന്നു മറുപടിയോടെ ചോദിച്ചിട്ട്. അപ്പോഴാണ് അള്ളാഹു പ്രവാചകനോട് പറഞ്ഞത്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്, മേലാൽ പറഞ്ഞു പോകരുത്. എന്ത് നാളെ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു പോകരുത്. ഇല്ല അയ്യശാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ. എന്നിട്ട് മറുപടി പറഞ്ഞു കൊടുത്തു. യസ്അലൂനക അൻ ദിൽ ഖർനൈൻ, ദുൽഖർനൈൻ ആരാന്ന് നബി അവർ ചോദിക്കും. ദാ പിടിച്ചു മറുപടി. ദുൽഖർനൈൻ ആരാന്ന് പറഞ്ഞു, അദ്ദേഹം പോയ നാട് പറഞ്ഞു, അദ്ദേഹം നിന്ന സ്ഥലം പറഞ്ഞു, അദ്ദേഹം പോയി നിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളെ ഖുർആൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ ഓടി വന്നത് പറഞ്ഞു, ചുങ്കം തരാം, ഞങ്ങൾക്ക് മതിൽ കെട്ടിത്തരണം എന്ന് പറഞ്ഞ സംഗതി പറഞ്ഞു. എല്ലാം ഡീറ്റെയിൽ ആയി ഖുർആൻ പറഞ്ഞു കൊടുത്തു മറുപടി. ദുൽഖർനൈനെ സംബന്ധിച്ച ഫുൾ ഡീറ്റെയിൽസ് അള്ളാഹു പ്രവാചകനോട്ട് പറഞ്ഞു കൊടുത്തു. നബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. സൂറത്തുൽ കഹ്ഫിൽ നിന്ന് നമുക്ക് കാണാം ദുൽഖർനൈനെ സംബന്ധിച്ച വിശദീകരണം. ഇങ്ങനെ പ്രവാചകന്റെ അടുക്കൽ ഇതേ ചോദ്യം ചോദിച്ച ആളുകൾ ചോദിച്ചു, റൂഹ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതെന്താ റൂഹ് എന്താണെന്ന് അവർ നബി നിങ്ങളോട് ചോദിക്കും. റൂഹ് എന്താന്ന് ചോദിച്ചാൽ നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം, കുലിർ റൂഹ് മിൻ അംരി റബ്ബിഹി, അത്രയും മതി. റൂഹ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കൽപ്പനാധികാരത്തിൽ നിന്നുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽ എന്തേ അള്ളാഹു പറഞ്ഞു, എന്ത്? യസ്അലൂനക അനിർ റൂഹ് കുലിർ റൂഹ് മിൻ അംരി റബ്ബിഹി വമാ ഊതിതു മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആ ഈ റൂഹിനെ സംബന്ധിച്ച ഡീറ്റെയിൽ നിങ്ങൾക്ക് തന്നാൽ നമ്മൾ ഈ കാൽക്കുലേറ്റർ എടുത്ത് കുറേ ഇങ്ങനെ ഞെക്കി ഒരു പ്ലസ് അടിച്ച് പിന്നെ ഞെക്കി പിന്നെ പ്ലസ് അടിച്ച് അവസാനം അടിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. ആര് കാൽക്കുലേറ്റർ ഇടല്ലേ നിങ്ങള് ഇങ്ങനെ മിന്നി കാണിക്കും, വരെ കിട്ടൂല. ഇതുപോലെ മനുഷ്യന്റെ മെമ്മറിക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്ത്, അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവൂല. അതിനുള്ള വിവരോ അറിവോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മനുഷ്യ, നിനക്ക് വളരെ കുറച്ച് വിവരമേ തന്നിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. നിന്റെ മെമ്മറി കപ്പാസിറ്റിക്ക് അപ്പുറത്താണ് യഥാർത്ഥത്തിൽ റൂഹിനെ സംബന്ധിച്ച ഇൽമ്. അത് അത്രേ പറഞ്ഞ് അങ്ങനെ നിർത്തുകയാണ് ഖുർആൻ ചെയ്തത്. അപ്പോ ഈ ഒരു അറിവിൽ നിന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുറഞ്ഞ ജീവിതം, ഒരുപാടൊന്നും മനുഷ്യന് ജീവിക്കാൻ ഐഹിക ലോകത്ത് അവസരമില്ല. കാൽക്കുലേറ്റ് ചെയ്ത ആളുകൾ, മനുഷ്യ ജീവിതത്തെ കാൽക്കുലേറ്റ് ചെയ്ത ആളുകൾ തന്നെ പറഞ്ഞു, ഒരു മനുഷ്യന് 60 വയസ്സ് നൽകപ്പെട്ടാൽ പോലും, 60 വയസ്സ് ഒരാൾക്ക് തന്നാൽ പോലും, ഇദാ ആശൽ ഫതാ 60 ആമൻ, ഒരു മനുഷ്യൻ 60 കൊല്ലം ഇവിടെ ജീവിക്കാൻ അവസരം തന്നു കഴിഞ്ഞാൽ അതിന്റെ പകുതി എന്താണ്? 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പകുതി രാത്രിയാണ് അല്ലേ? അപ്പൊ 60 കൊല്ലത്തിൽ പകുതി രാത്രിയാണ്. അപ്പൊ പകല് കിട്ടിയപ്പോ എത്ര? 30 കൊല്ലം. ഇനി അത് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 30 കൊല്ലത്തിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പകുതി, 30ന്റെ പകുതി എത്രയാ? 15. ആ 15 കൊല്ലത്തിന്റെ അവസ്ഥ എന്താ? ലൈസയദ്രി യമീനൻ അൻ ശിമാലി എന്ന് വെച്ചാല് തെക്ക് വടക്ക് അടിക്കായിരുന്നു. 1 മുതൽ നമ്മൾ 10ാം ക്ലാസ് വരെ ഒരു ബോധവും വെളിവും ചിന്തയും നമുക്ക് അറിഞ്ഞുകൂടുന്നത് എന്താ സംഗതി. 15 കൊല്ലം അങ്ങനെ തീർന്നു. SSLC ഒക്കെ എഴുതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ കിട്ടിയത്. ഇപ്പൊ 15 കൊല്ലം അങ്ങനെ. ഇപ്പൊ ബാക്കി എത്ര ഉണ്ട്? ബാക്കി ഇപ്പൊ എത്ര ഉണ്ട്? 15. ആ 15 എടുത്ത് നോക്കുമ്പോ ഒരു 50 കൂട്ടി വെക്കുക. അപ്പോൾ എന്തായി? ചുമയ, ബഹളം, വലിവ്, അറ്റാക്ക്, മുട്ടുവേദന, ഊരവേദന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, തളർച്ച. ഇപ്പൊ ബാക്കി ഇപ്പൊ എത്ര ഉള്ളത്? ഇപ്പോ 60 കിട്ടിയപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ ഒരു 5 കൊല്ലമൊക്കെയാണ് ആകെ കിട്ടേണ്ടത്. അപ്പൊ ഈ വളരെ പരിമിതമായ ഒരു ബോധമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തന പരിസരത്തിൽ നിന്ന് വേണം ഈ അറിവ് മുഴുവനും നമുക്ക് ആർജിച്ചെടുക്കാൻ. അതാണ് റബ്ബ് 2 ചട്ടക്കൂടിലാക്കി ഒരു പ്രവാചകനെ നിയോഗിച്ച് വിശദീകരണമടക്കം പഠിപ്പിച്ച് ഇത് പ്രാക്ടിക്കലാണ്. ഇതെന്ന് വെച്ചാൽ ഉട്ടോപ്യ പോലല്ല.
ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്ത് 19ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസം കടന്നു വരാൻ കാരണമായത് തോമസ് മൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയ ഒരു ലേഖനമാണ്, നോവലാണ്. ആ നോവല് അതിൽ ആകൃഷ്ടരായ ആളുകൾ പിൽക്കാലഘട്ടത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോകമുണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ, ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രാസംഗികരായ ആളുകൾ പലപ്പോഴും പറയും ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ലോകത്ത് നിലവിലില്ലാത്ത സ്ഥലം എന്നാണ്. ആ ഉട്ടോപ്യ എന്ന നോവലിന്റെ പ്രത്യേകത, ഒരു നാട് അദ്ദേഹം സാങ്കല്പിക ലോകത്ത് അദ്ദേഹം നോവലിസ്റ്റ് എഴുതിക്കൊണ്ടുവരികയാണ്. ആ നാടിന്റെ പ്രത്യേകത, ഉട്ടോപ്യ എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ നാട്ടിലെ എല്ലാ ആളുകളും രാവിലെ തന്നെ പണിക്ക് പോകും, വൈകുന്നേരം മടങ്ങി വരും. പണിക്ക് പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം ആരും വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നേരെ മറിച്ച് പാടത്ത് പണിയെടുക്കുന്നവനും മറ്റേ മാർക്കറ്റിൽ പോകുന്നവനും ഒക്കെ പണിയെടുത്ത് കൊണ്ടുവന്ന സമ്പത്ത് നേരെ കൊണ്ടുവന്ന് ഗവൺമെന്റിന് കൊടുക്കും. എല്ലാവരും കൊണ്ടുവന്ന് ഗവൺമെന്റ്, ആരും അതിൽ പൈസ എടുക്കൂല. പണിയെടുത്ത പൈസയും അവരുടെ നെല്ലും വിളയും ഒക്കെ ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും തുല്യമായി അത് വീതിച്ചു കൊടുക്കും. അപ്പോൾ 1000 പണിയെടുത്തു കൊണ്ടുവന്നവനുണ്ട്, 600 പണിയെടുത്തു കൊണ്ടുവന്നവനുണ്ട്, എല്ലാം ഗവൺമെന്റ് കൊടുത്ത് ഗവൺമെന്റ് അത് എന്തെടുക്കും, എല്ലാ ആളുകൾക്കും തുല്യമായി വീതിച്ചു കൊടുക്കും. അപ്പോൾ 100 രൂപ എനിക്ക് കിട്ടി, 100 രൂപ അപ്പുറത്താക്കും കിട്ടി, അപ്പുറത്താക്കും 100 രൂപ കിട്ടി. അപ്പൊ എന്ത് സംഭവിക്കും? എല്ലാവരും സാമ്പത്തിക സമത്വമുള്ളവരായി മാറി. അപ്പോൾ അസൂയ ഉണ്ടാവൂല, മുതലാളി തൊഴിലാളി ഉണ്ടാവൂല, കുശുമുണ്ടാവൂല, എല്ലാവരും ഈക്വലായി സാമ്പത്തിക സമത്വത്തിലായി. അടിമ ഉടമയുണ്ടാവൂല, ജന്മി കുടിയാനുണ്ടാവൂല. അപ്പൊ വളരെ സുന്ദരമായ മനോഹരമായ, വഴക്കുകളില്ലാത്ത, കുശുമ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, അസൂയയില്ലാത്ത സുന്ദരമായ ലോകം. ഇതാണ് തോമസ് മൂർ എഴുതിയത്. ഇത് അതിൽ ആകൃഷ്ടനായി പിന്നീട് ഇതിനൊത്ത ലോകമുണ്ടായി. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം സാമ്പത്തിക അസമത്വമാണ്, അതുകൊണ്ട് കുടിയാൻ ജന്മി വ്യവസ്ഥ മുഴുവൻ തകർത്തെറിയണം എന്ന് പറഞ്ഞിട്ടാണ് കാർൽ മാർക്സ് അദ്ദേഹം മാനിഫെസ്റ്റോ എഴുതിണ്ടാക്കുന്നത്. അപ്പൊ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിട്ട് ഇത് എവിടെ നടപ്പാക്കാനാ പിന്നെ കൊണ്ടുപോയത്, റഷ്യയിൽ കൊണ്ടുപോയത്. പക്ഷെ നമുക്ക് മനസ്സിലായി, ഒരു നൂറ്റാണ്ട് പോലും ലോകത്ത് അത് നിലനിന്നില്ല, ആ വ്യവസ്ഥ നിലനിന്നില്ല. അത് തകർന്ന്, ലോകത്ത് തകർന്ന് തരിപ്പണമായി പോയി. റഷ്യക്കാർ പറയുന്ന അവരുടേതായ ഒരു ആപ്തവാക്യമുണ്ട്, പണ്ട് സർ ചക്രവർത്തിമാർ ഭരിച്ചിടത്തേക്കാണ് കമ്മ്യൂണിസം പിന്നെ കടന്നു ചെന്നത്. സർ ചക്രവർത്തിമാർ കടന്ന് അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ, അഥവാ റഷ്യക്കാർ പറയാം, ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടായിരുന്നില്ല, അരിയുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ സർ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് അരി ഉണ്ടായിരുന്നില്ല, പക്ഷെ അരി ചോദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും എന്ന രൂപത്തിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കടന്നു വന്നു. ഈ പറയുന്ന സാമ്പത്തിക അസമത്വം നടപ്പാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരേ തുല്യതയിലാകുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ആ സർ ചക്രവർത്തിമാരെ തുരത്തി റഷ്യയിലേക്ക് കമ്മ്യൂണിസം കടന്നു വന്നു. ഇപ്പോഴെന്താ സംഭവിച്ചത്? അരിയുമില്ല, അരി ചോദിക്കാനുള്ള അവകാശം. അങ്ങനെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന മാനിഫെസ്റ്റോ, ആ പ്രത്യയശാസ്ത്രം തകർന്നു പോകുന്നത്. ഇതുപോലല്ല ഇസ്ലാം. ഇസ്ലാമിൽ ഒരു സംഗതി ഉണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം അത് നടപ്പാക്കി കാണിച്ചു തരും. അപ്പൊ നമ്മൾ ലോകത്ത് ഒരിടത്ത് പോലും ഇന്നും ലോകം പകച്ചു നിൽക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ, ആ സാമ്പത്തിക വ്യവസ്ഥ പലിശയിൽ ഊട്ടപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. അതിനെ തുടച്ചു നീക്കാന്ന് പറഞ്ഞാൽ അപ്രാപ്യമാണ് ഇന്നും ആളുകൾക്ക്, ആധുനിക ലോകത്ത്. എന്നുവെച്ചാൽ ഒരുപാട് സാമ്പത്തിക വിദഗ്ധരൊക്കെ ഉണ്ട്, പക്ഷെ അത് തുടച്ചു നീക്കാൻ കഴിയില്ല. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ച അവസാനം ഹജ്ജത്തുൽ വദായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലിശ റദ്ദ് ചെയ്യണം 1 ദിവസം കൊണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം രാത്രി നോട്ട് നിരോധിച്ചതുപോലെ പിന്നെ അവസാനം അതിനുവേണ്ടി അടിയുണ്ടതും ബഹളമടിച്ച് അനുഭവിക്കേണ്ടി വന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 ദിവസം കൊണ്ട് പറഞ്ഞു, വരിൽ ജാഹിലിയ്യത്തി മൗദൂ, ഇന്ന് ഞാൻ റദ്ദ് ചെയ്യാണ് പലിശ. ആ പലിശ ഞാൻ റദ്ദ് ചെയ്യുമ്പോൾ എൻ്റെ എളാപ്പക്ക് കിട്ടാനുള്ള പലിശയാണ് ആദ്യം ഞാൻ റദ്ദ് ചെയ്യണത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ അറിയപ്പെട്ട വട്ടിപ്പലിശക്കാരാണ് എൻ്റെ വാപ്പാന്റെ സഹോദരൻ അബ്ബാസ് എന്ന് പറയുന്ന പലിശ. ഇന്ന് ഞാൻ റദ്ദ് ചെയ്യണം, ഞാൻ റദ്ദ് ചെയ്തു. അത് പ്രാവർത്തികമാണ്. അത് ആ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത് കൃത്യമായി നടപ്പാക്കും. മദ്യം നിരോധിക്കും എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് നിരോധിച്ച് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഓരോ സംഗതികളും അങ്ങനെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിശ്വാസ രംഗത്ത് മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കൃത്യമായി കാണിച്ച് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പള്ളിയിൽ ഇരിക്കുകയാണ്. ആ പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കാൻ വന്നു. മഗ്രിബ് നിസ്കരിച്ചിട്ട് നബി പോയി. അപ്പൊ സ്വഹാബത്ത് അവിടെ ഉണ്ട്. സ്വഹാബത്ത് എല്ലാവരും കൂടി പള്ളിയിൽ തന്നെ ഇരുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ പള്ളിയുടെ പ്രത്യേകത, ഇവിടുന്ന് എപ്പോട്ട് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? ആകാശം കാണാൻ പള്ളിയായിരുന്നു അത്. റസൂലുള്ളാഹിന്റെ പള്ളിയുടെ എപ്പോട്ട് നോക്കിയാൽ ആകാശം കാണായിരുന്നു. കാരണം അതിന് പണ്ട് ആദ്യഘട്ടങ്ങളിൽ മേൽക്കൂര ഉണ്ടായിരുന്നില്ല. മേൽക്കൂര മാത്രമല്ല, അതിനു മുമ്പ് വാതിലും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കാനത്തിൽ ഖിലാബു തുഖ്ബിലു വ തുദ്ബിറു ഫി അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പള്ളിയിൽ നായ്ക്കൾ ഇങ്ങനെ വന്നിട്ട് കയറി പോകും. അപ്പുറത്തോട്ട് ഇതിലേക്കൂടെ കയറി അതിലേക്കൂടെ ഇറങ്ങി പോകും. ആര് നായ്ക്കളെ. എന്തേ കാരണം? വാതിലില്ല. അന്ന് വാതിലുണ്ടായിരുന്നു, പിന്നെ വാതിലൊക്കെ വെച്ചു. പക്ഷെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇന്ന് മോള് കാണും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കാലത്ത്, അതുകൊണ്ടാണ് നബിയുടെ കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കുമ്പോൾ സ്വഹാബത്ത് നെറ്റിയിൽ ചെളിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് വരണത്. ആ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ പള്ളി. അപ്പോൾ അന്ന് നബി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പോയി. പക്ഷെ സ്വഹാബികൾ നമുക്ക് ഇവിടെ ഇരിക്കാം, ഇശാ കഴിഞ്ഞ് പോവാം, നമുക്ക് ഇവിടെ ഇരിക്കാം, പള്ളിയിലല്ലേ, അവിടെ ഇരിക്കാം. അങ്ങനെ അവിടെ ഇരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി മടങ്ങി വന്നപ്പോൾ ഇവിടെ പള്ളി തന്നെ ഇരിക്കേണ്ട സ്വഹാബികൾ. നബി ചോദിച്ചു, എന്തേ ആരും പോയില്ല? ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട്, കൊള്ളാം, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് നന്നായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി. എന്നിട്ട് ആകാശത്തെ നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് കൊണ്ടിട്ട് നബി പറഞ്ഞു, ആ കാണുന്ന നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സുരക്ഷിതത്വമാണ്. ആ നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സുരക്ഷിതത്വമാണ്. ആ നക്ഷത്രങ്ങൾ എന്ന് അവിടെ നിന്ന് വീണു പോകുന്നുവോ അന്ന് ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കുക. എന്ന് വെച്ചാൽ ആകാശം തകരും. ഇദൽ കവാകിബുൻ തസറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ആകാശം തകരും. അപ്പൊ ആകാശം തകരുന്നതിന്റെ അടയാളാണ് നക്ഷത്രം വീഴുക എന്നുള്ളത്. ഇതുപോലെ റസൂല് പറയാണ്, ആ ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷിതത്വമാണ്. ആ നക്ഷത്രങ്ങൾ എന്ന് തുറന്നു വീഴുന്നുവോ അന്ന് ആകാശം തകരുകയായി. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെ എന്റെ സ്വഹാബത്തിന് ഞാൻ സുരക്ഷിതത്വമാണ്. എൻ്റെ സ്വഹാബത്തിന് ഞാൻ എന്ന് യാത്രയാകുന്നു അന്ന് എൻ്റെ സ്വഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കുകയായി. എന്നിട്ട് നബി പറഞ്ഞു, എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിനുള്ള സുരക്ഷിതത്വമാണ്. എൻ്റെ ഉമ്മത്ത് എന്ന് നീങ്ങിപ്പോകുന്നുവോ, എൻ്റെ സ്വഹാബത്ത് എന്ന് നീങ്ങിപ്പോകുന്നുവോ അന്ന് എൻ്റെ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കുകയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ സുരക്ഷിതത്വം എന്താണ്, നമ്മുടെ ദീനിന്റെ സുരക്ഷിതത്വം എന്താണ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വത്തിന്റെ വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് ദീൻ എങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ച് സുരക്ഷിതമായ ഒരു വലയത്തിലൂടെ പോകേണ്ടത് എന്ന ഒരു പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാഠം സ്വീകരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ യുക്തിവാദികളല്ല. യുക്തിവാദി വെച്ചാൽ ഈ ശാസ്ത്രമാത്രവാദികളല്ല. നേരെ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ നിൽക്കുക എന്നുള്ളിടത്ത് ഉറച്ചു നിന്നുകൊണ്ട് അതിന്റെ ബലത്തിൽ ദീൻ സ്വീകരിച്ച് അത് ദഅവത്ത് ചെയ്ത് വഹയിനപ്പുറം ചാടുക എന്നുള്ളത് നമുക്കില്ല. അതേസമയം ചില ആളുകൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറയും, ഉള്ളുകൊണ്ട് യുക്തിവാദിയാവുകയും ചെയ്യും. വഹയി സ്വീകരിക്കില്ല, ഉള്ളുകൊണ്ട് യുക്തിവാദിയായിരിക്കും. പക്ഷെ പറച്ചിൽ ഞാൻ മുസ്ലിമാണെന്നാണ്. എക്സ് മുസ്ലിമാന്ന് പോലും പറയൂല, എങ്കിൽ പോലും സൗകര്യമാണ്. ഉള്ളുകൊണ്ട് അവൻ യുക്തിവാദിയാവാ, എന്നാൽ പറച്ചിലിൽ ഞാൻ മുസ്ലിമാണെന്ന് പറയാം. എന്ന് വെച്ചാൽ അള്ള പറഞ്ഞതോ റസൂല് പറഞ്ഞതോ ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നബിയിലൂടെ അവർ കേട്ടുപഠിച്ച് ആചരിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. പക്ഷെ അവർ പറയും, എന്ത്, ഞാൻ മുസ്ലിമാണ്. ഇത് രണ്ടുമില്ല. ഈ രണ്ട് വാദഗതികൾ വരുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് ഉലുവ് വരും ഒരു ഭാഗത്ത്, മറ്റൊന്ന് ഇഫ്രാത്ത്. ഇത് രണ്ടും വരും. ഒന്നെന്ന് വെച്ചാൽ മതത്തിന് പരിധി വിട്ടിട്ട് ദീൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ചാടിപ്പോവുക, അതല്ലെങ്കിൽ ദീൻ പറഞ്ഞ ഒരു സംഗതി നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരാളായി മാറുക. ഇൻകാറും ഉലുവും രണ്ടും ഒരു ഭാഗത്ത് തെറിച്ച്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്കോർ. കളത്തിൽ നിന്ന് കളിക്കൂല. ദീനെന്ന് വെച്ചാൽ ഒരു കളമാണ്, അതിന്റെ ഉള്ളിൽ വേണം. നമ്മൾ ഉള്ളിൽ മാത്രമല്ല വസത്തിയായ രൂപത്തിൽ വേണം. ചാടിപ്പോകരുത്. അതാ ചില വീടിന്റെ കാലത്ത് തന്നെ ചില ആളുകൾ രാത്രി തന്നെ ഉറങ്ങാതെ നിസ്കരിക്കാൻ തീരുമാനിച്ച ആളുകൾ നമുക്കറിയാം. ചില ആളുകൾ പെണ്ണ് കെട്ടാതെ നടക്കാൻ തീരുമാനിച്ച ആളുകൾ, വേറെ ചില ആളുകൾ എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ തീരുമാനിച്ച ആളുകൾ. നബി അവരെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇന്നി അഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ പേടിക്കുന്ന ആൾ ഞാനാണ്. ഞാൻ രാത്രിയിൽ ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഇനി അർഖുദു വൗസല്ലി, നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ദഅവത്തിന്റെ റിസാലത്തിന്റെ ഭാരമുള്ള ആളാണ്. പക്ഷേ ഞാൻ അത്തസവ്വജു നിസാ, വിവാഹം കഴിച്ച ആളാണ്. എനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്. അതുപോലെ തന്നെ ഞാൻ സുന്നത്ത് നോമ്പൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ കൊല്ലം മുഴുവൻ എനിക്ക് നോമ്പില്ല. അസൂമു വൗഫ്തിറു, ചില ദിവസങ്ങളിൽ എനിക്ക് നോമ്പുണ്ടാവും, സുന്നത്ത് നോമ്പ്. ചില ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽപ്പെട്ട ആളല്ല. അതാണ് ചാടിപ്പോകുന്ന മറുകണ്ഠം ചാടുന്ന ആളുകൾ, ഉലുവിന്റെ ആളുകൾ. നേരെ ഇപ്പുറത്തൊരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇടത്ത് കൈയോടെ വാരി തിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത് കൈ കൊണ്ട് കഴിക്കും. മൂപ്പർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. മൂപ്പര് പറഞ്ഞു, ആ പറ്റൂല എന്ന് പറഞ്ഞു.
റസൂല് പറഞ്ഞു അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, അതൊരു ഒരു നിഷേധത്തിന്റെ മനസ്സാണ്. നബി ഒരു കാര്യം പറഞ്ഞാൽ അതിനെ എതിർക്കുക, നിഷേധിക്കുക എന്നുള്ള ഇതൊരു മുഅ്മിനിന് ഉണ്ടാവില്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും, ഈ പറയുന്ന അതിര് കവിച്ചിലിന്റെയും നിഷേധത്തിന്റെയും ഇടയിലൂടെ പ്രമാണം നോക്കി നടന്നു പോകും. അവന് കാണാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത ഫുർഖാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു ഫുർഖാന എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ആരാണോ തഖ്വയുള്ളവൻ അല്ലാഹു അവനൊരു ഫുർഖാൻ, സത്യാസത്യ വിവേചനം നൽകുകയാണ്, ദലീൽ നൽകുകയാണ്, പ്രമാണങ്ങൾ നൽകുകയാണ്. ആ പ്രമാണം കണ്ട് നടക്കും. അതാണ് ഖുർആൻ ചോദിച്ചൊറ്റ ചോദ്യം, അഫമൻ യംശി മുഖിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി. എല്ലാവർക്കും അറിയുന്ന ആ സൂറത്താണ് ചോദിക്കുന്നത്. അമ്മൻ യംശി സവിയൻ അലാ സിറാത്തി മുസ്തഖീം. ഒരുത്തൻ നോക്കുമ്പോൾ റോഡുമ്മലൂടെ കാല് മോളില് തല താഴെ ഇങ്ങനെ നടക്കുന്ന ഒരുത്തൻ. വേറൊരാളോ അന്തസ്സായി രണ്ട് കാല സ്റ്റഡിക്ക് നടന്നു പോവാണ്. ഇത് രണ്ടും ഒരുപോലെയാണോ? ഖുർആന്റെ ചോദ്യമാണ്. മറ്റയാൾ നടക്കാണ്, എങ്ങോട്ടാ പോണേ? മതിലകത്തേക്ക് പോവാണ്. മൊപ്പര് വെച്ച് പിടിക്കുകയാണ്. എവിടെ? കാല് മോളിലും തല താഴെ. അതേ സമയം അന്തസ്സായി രണ്ട് കാലം ഒരാൾ നേരെ ചൊവ്വേ നടന്നു പോകണം. ഇവർ രണ്ടുപേരും ഒരുപോലെ ആണോ എന്ന് ഖുർആൻ ചോദിക്കാം. അപ്പൊ നമ്മൾ നേരെ ചൊവ്വേ നടക്കുക എന്നാണ്. അതാണ് എൻ്റെ അർത്ഥം. അതാണ് എൻ്റെ അർത്ഥം. നേരെ ചൊവ്വേ നടക്കുക. വളരെ കുറഞ്ഞ ആയുസ്സിൽ അള്ളാഹുവിലേക്ക് തൃപ്തിപ്പെട്ട് റബ്ബിനെ കണ്ട് നടന്ന് ഖബറിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുക. വേറെ അങ്ങോട്ട് പോകാനില്ല, വേറെ ഒരു വഴിയില്ല നമുക്ക്. നമ്മൾ എത്ര നടന്നാലും എത്താനുള്ള ഒരു വഴിയുള്ളൂ. അബൂ ഹാമിദ് അൽ ഗസാലി ഇങ്ങനെ നടക്കേണ്ട ഒരു ദിവസം റോഡും മേലെ റോഡെ കൂടെ ഇങ്ങനെ പാഞ്ഞു വിടുന്നുണ്ട്. ആര്? അബൂ ഹാമിദ് അൽ ഗസാലി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വിളിച്ചു, എവിടെയാണ് ഈ ധൃതിക്ക് എവിടാന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞ് മരിപ്പുണ്ട് എന്ന് പറഞ്ഞു. മരിപ്പിന് പോവാണ്. മറ്റയാൾ ചോദിച്ചാ, അപ്പോ അല്ലാ മരിപ്പോ? എവിടെയാ മരിപ്പ് എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ തന്നെയാണെന്ന്. എൻ്റെ വീട്ടിൽ തന്നെയാ മരിപ്പ്. ആരാ മരിച്ചത്? വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മളീ പോക്കും പാച്ചിലൊക്കെ കണ്ടാൽ തോന്നും നമ്മൾ എങ്ങോട്ടോ പാഞ്ഞു പോവാണ്. എങ്ങോട്ടും പോവില്ല, വേറെ എങ്ങോട്ടും പായണില്ല. നമ്മുടെയൊക്കെ ഒരിടത്തേക്കാ പായുന്നത്, ഒറ്റ സ്ഥലത്തേക്കാ പായുന്നത്. ആ പാഞ്ഞ് ചെല്ലുന്നത് നമ്മുടെ മരണത്തിലേക്കാണ്, ഖബറിലേക്കാണ്. ആ ഖബർ വരെയുള്ള റൂട്ട് കൃത്യമായിരിക്കണം, ആ വഴി കൃത്യമായിരിക്കണം. അവിടെ തെറ്റിപ്പോകരുത്. അവിടെ ഒന്ന് ആ വഴിക്കൊന്ന് പോയി വരാം, ഈ വഴിക്കൊന്ന് പോയി, അങ്ങനെ നേരെയില്ല നമുക്ക്. ഒന്നതിന് നേരെയില്ല, രണ്ടത് വേസ്റ്റാണ്. ആ പോണ പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ പ്രവാചകൻ പറഞ്ഞു അത് ശൈത്താൻ വിളിച്ചുകൊണ്ട് പോണാണ്. ആ വഴി പിശാചിന്റെ വഴിയാണ്. അത് നിങ്ങളുടെ ഉമ്മയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ വഴിയാണ്. അതാണ് ഖുർആൻ പറഞ്ഞ, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ഓ ആദമിന്റെ മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും ശൈത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ. അപ്പൊ തൗഹീദിന്റെയും സുന്നത്തിന്റെയും നേരിന്റെ വഴി അതാണ് നമ്മൾ ആദർശമായി സ്വീകരിച്ചത്, മുജാഹിദുകൾ ആദർശമായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ഭയപ്പെടാതെ പേടിക്കാതെ തൗഹീദിന്റെ സുന്ദരമായ വാതായനങ്ങൾ സമൂഹത്തിന്റെ മണ്ണിൽ ആർജവത്തോടെ പറഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. അവിടെ അള്ളാഹു പ്രത്യേകം നമ്മളെ സഹായിക്കും. അവിടെ ആ റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടണം. നമുക്ക് കിട്ടുന്ന പ്രതാപവും നമുക്ക് കിട്ടുന്ന പ്രശസ്തിയും നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ റഹ്മത്ത് ബറകാത്തുകളും അത് ഈ തൗഹീദിന്റെ വഴിയിൽ സുന്നത്തിന്റെ വഴിയിൽ പ്രമാണം വെച്ചുകൊണ്ട് സമൂഹത്തോട് സംവദിച്ച് ആളുകളോട് അടരാടി തൗഹീദ് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി വാദിച്ച് പിശാചിന്റെ മാർഗങ്ങളെ മുഴുവനും അടച്ച് നേരിന്റെ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ബറക്കത്താണ് നമുക്കുള്ളത് എന്നുള്ളത് തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തുറന്ന രൂപത്തിൽ ദീനിയായ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള ഒരു സദസ്സ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കൂടി ഇടപെടാൻ കഴിയുന്ന ഒരു അവസരമുണ്ട് എന്നുള്ള നിലക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇത്തരം ചർച്ചകളും ഇത്തരം ഇരുത്തങ്ങളും തുടർന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ദീനിയായ കാര്യങ്ങൾ അത് വളരെ നസീഹത്തോടെ നല്ല മനസ്സോടെ ഇരുന്ന് സംസാരിക്കുകയും മാത്രമല്ല നമ്മൾ എന്താണ് ഈ സമൂഹത്തിൽ നിർവഹിക്കേണ്ടത് എന്നുള്ളത് കൂട്ടായി തന്നെ പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി അതിൻ്റെ വിജയത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയും ദീനീ രംഗത്ത് മഹാനായ സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തതുപോലെ അല്ലാഹുവേ എനിക്കൊരു വലിയനെ തരണം, അത് വേറൊന്നിനുമല്ല ഇതിന്റെ പിൻഗാമിയായി ഈ ദൗത്യമേറ്റെടുക്കുന്ന പിൻഗാമികളായി എനിക്ക് അതേ ഒരു വലിയനെ തരണേ എന്ന് റബ്ബിനോട് സ്വന്തം സന്താനത്തിന് വേണ്ടി ദുആ ചെയ്തതാണ്. അവിടെ പോലും മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖറ ഫഹബിലി മിൻ ലദുങ്ക വലിയ. എൻ്റെ കാലശേഷം ഈ ദൗത്യം നിർവഹിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ, അങ്ങനെ ഒരാളെ എനിക്ക്
എൻ്റെ സന്താനമായി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്തതുപോലെ നമുക്ക് അനന്തരഗാമികൾ ഉണ്ടാകണം. നമുക്ക് ഈ വിശ്വാസ ആദർശ തൗഹീദി രംഗത്ത് വളരെ ശക്തമായി മുന്നേറുന്ന ഒരു ജനവിഭാഗത്തെ രൂപപ്പെടുത്താൻ കഴിയണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചർച്ച നമുക്കിടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ച നിങ്ങൾക്ക് ഇങ്ങോട്ടും പറയാം, എനിക്ക് അങ്ങോട്ടും പറയാം, അല്ലാതെ ഇവിടുന്ന് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് ഞാൻ വഴിമാറുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.